ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫേംസുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 3 ടേമുകളാണ് കോ ഓപ്പറേഷൻ, നെഗോഷിയേഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ 3 ടേമുകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. കോ ഓപ്പറേഷൻ, നെഗോഷിയേഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. അത് നമുക്ക് കോ ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരുന്നത്. കോ ഓപ്പറേഷൻ ഈസ് വെൻ 2 or more individuals or groups, രണ്ടോ അതിലധികമോ വ്യക്തികളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോ വർക്ക് ടുഗെദർ ടുവേഡ് എ കോമൺ ഗോൾ, ഒരു ലക്ഷ്യത്തിലേക്ക് ഈ രണ്ടോ അതിലധികമോ വ്യക്തികളോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ചേർന്ന് വർക്ക് ചെയ്യുന്നതിനെയാണ്. ഓക്കെ, ഓർ മ്യൂച്വൽ ബെനിഫിറ്റ്, അതിലെന്നുണ്ടെങ്കിൽ ആ ഒരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒന്നിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് കോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ടേംസ് ആണ് കേട്ടോ അതൊക്കെ. അപ്പം ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഷെയർഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അതായത് അവരുടെ ലക്ഷ്യങ്ങൾ ഷെയർ ചെയ്തിരിക്കുക, അത് ഒരുപോലെയുള്ള ലക്ഷ്യങ്ങളായിരിക്കും. മ്യൂച്വൽ സപ്പോർട്ട് ഉണ്ടാവും, ഒരു ഫേം മറ്റൊരു ഫേമിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിനെ സപ്പോർട്ട് ചെയ്യും. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അവർ തമ്മിൽ. ട്രസ്റ്റ് ആൻഡ് ടീം വർക്ക് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ കോ ഓപ്പറേഷനിൽ വരുന്നതാണ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് 2 ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ കമ്പനി വർക്ക് ടുഗദർ, ഒരു കമ്പനിയിലെ 2 ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ടു ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ്, ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയിലെ 2 ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് വർക്ക് ചെയ്യുന്നതിനാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓൺ ഹാൻഡിൽസ് ഡിസൈൻസ്, ഒരു ഡിപ്പാർട്ട്മെന്റ് അത് ഡിസൈൻ ചെയ്യുന്നു. ദ അതർ മാർക്കറ്റിംഗ്, അത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് അത് മാർക്കറ്റ് ചെയ്യുന്നു, കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാകുന്നു. അപ്പം ഇതാണ് ഒരു കോഓപ്പറേഷന്റെ ഉദാഹരണം എന്ന് പറയുന്നത്. അടുത്തത് നെഗോഷിയേഷൻ ആണ്. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത്. നെഗോഷിയേഷൻ ഈസ് എ പ്രോസസ് വെയർ പാർട്ടീസ് വിത്ത് ഡിഫറെന്റ് ഇൻട്രസ്റ്റ്, അതായത് വ്യത്യസ്ത താല്പര്യങ്ങളുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പാർട്ടികൾ ഡിസ്കസ് ആൻഡ് ട്രൈ ടു റീച്ച് ആൻ എഗ്രിമെന്റ് ഓർ കോംപ്രമൈസ്, അതൊരു ഡിസ്കസ് ചെയ്തിട്ട് ഒരു എഗ്രിമെന്റിൽ, ഒരു ഉടമ്പടിയിൽ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിൽ എത്തുന്നതിനെയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ആ വ്യത്യാസം മനസ്സിലായില്ലേ? ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻവോൾവ്സ് ഗിവ് ആൻഡ് ടേക്ക്, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഓക്കെ, അതായത് ഒരു കോംപ്രമൈസിൽ എത്തുകയാണ് ചെയ്യുന്നത്. എയിംഡ് അറ്റ് റിസോൾവിങ് ഡിഫറൻസസ്, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ നെഗോഷിയേഷൻ നടത്തുന്നത്. റിക്വയർസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പെർസ്വാഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്, ഒരു പ്രേരണ, ഒരു പെർസ്വേഷനും അവിടെ ആവശ്യമാണ്, എങ്കിലേ ഈ നെഗോഷിയേഷൻ സാധ്യമാവുകയുള്ളൂ. ഓഫൺ ഇൻവോൾവ്സ് കൺസെഷൻ, അത് ഒരു പാർട്ടിയുടെ സമ്മതം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു പാർട്ടി ഇന്ന കാര്യം സമ്മതിച്ചാലേ ഇത് വിജയത്തിലെത്തത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നെഗോഷിയേഷൻസിന്റെ കീ ഫീച്ചേഴ്സ്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എ യൂണിയൻ നെഗോഷിയേറ്റ്സ് വിത്ത് മാനേജ്മെന്റ്, ഒരു ട്രേഡ് യൂണിയൻ അവർ ആരുമായിട്ട്, ഒരു മാനേജ്മെന്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാണ് ഓവർ എംപ്ലോയി സാലറീസ് ആൻഡ് ബെനിഫിറ്റ്സ്, തൊഴിലാളികൾ കൊടുക്കേണ്ട സാലറിയെ കുറിച്ചും ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നത്. ഇതൊരു ഉദാഹരണമാണ്. അടുത്തത് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ് വരുന്നത്. എ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അറൈസസ് വെൻ എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ, ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ ഹാസ് കമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് ഓർ ലോയൽറ്റീസ്, അവർ മത്സരിക്കുമ്പോഴാണ് ഈ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഇവർ തമ്മിൽ മത്സരിക്കുകയാണ്. ഓർ ലോയൽറ്റീസ്, അവരുടെ ആ സ്ഥാപനങ്ങളോടുള്ള ആ ലോയൽറ്റിയും താല്പര്യങ്ങളുമായിട്ടൊക്കെ മത്സരിക്കുകയാണ്. ദാറ്റ് കുഡ് ഇന്റർഫിയർ വിത്ത് ദെയർ ഡിസിഷൻ ഓർ ആക്ഷൻസ്, അത് അവരുടെ ആക്ഷനുമായിട്ട് എന്ത് ചെയ്യും, ഇന്റർഫിയർ, അതിനെ ബാധിക്കുമ്പോഴാണ് ഈ കോൺഫ്ലിക്ട്സ് വരുന്നത്. അവരുടെ താല്പര്യങ്ങളെ ബാധിക്കുമ്പോഴാണ് കോൺഫ്ലിക്ട്സ് വരുന്നത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് മേ ലീഡ് ടു ബയാസസ് ഓർ അൺഎത്തിക്കൽ ഡിസിഷൻ, അൺഎത്തിക്കൽ ആയിട്ടുള്ള ഡിസിഷനിലേക്ക് പോകും, എത്തിക്കൽ അല്ലാതെയുള്ള, അതായത് ധാർമ്മികമല്ലാത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നുള്ളത്. ഇപ്പൊ ക്യാൻ ഡാമേജ് ട്രസ്റ്റ്, അതായത് ട്രസ്റ്റ് അവിടെ ഡാമേജ് ആവുകയാണ് ഫേംസ് തമ്മിലുള്ള. ഓക്കെ, വിശ്വാസം. അടുത്തത് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഓർ മാനേജ്ഡ്, ഇത് ചർച്ച ചെയ്ത് മാനേജ് ചെയ്ത് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ വളരെ പ്രശ്നമാവുന്ന ഒരു കാര്യമാണ് ഈ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എ ഗവൺമെന്റ് ഒഫീഷ്യൽ അവാർഡിംഗ് എ കോൺട്രാക്ട് ടു എ കമ്പനി ദേ സീക്രട്ട്ലി ഓൺ ഷെയർസ് ഇൻ, അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യുകയാണ്, ഒരു അവാർഡ് കൊടുക്കുകയാണ്. അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേവർ ചെയ്യുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ കമ്പനിക്ക് ഫേവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സീക്രട്ട് ആയിട്ട് ആ കമ്പനിയിൽ ഷെയർ ഉണ്ട്. അപ്പൊ ഇതൊരു ബയാസ് ആണ്, ചായ്വാണ്. ഓക്കെ, അപ്പൊ ഇതൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഇവ 3ഉം എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുമെന്ന് നോക്കാം. ഹൗ ദേ റിലേറ്റ്, അതായത് ആദ്യത്തേത് കോ ഓപ്പറേഷൻ ആൻഡ് നെഗോഷിയേഷൻ. ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളല്ലേ. ആർ വേസ് ടു മാനേജ് ഓർ അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മാനേജ് ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള 2 കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ഈ കോ ഓപ്പറേഷനും നെഗോഷിയേഷനും. മനസ്സിലായില്ലേ? പിന്നെ വെൻ എ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഐഡന്റിഫൈഡ്, ഈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നെഗോഷിയേഷൻ മേ ഹെൽപ്പ് റിസോൾവ് ഇറ്റ് ഫെയർലി, നല്ല രീതിയിൽ അത് റിസോൾവ് ചെയ്യുന്നതിന് എന്ത് സഹായിക്കും, നെഗോഷിയേഷൻ സഹായിക്കും. മനസ്സിലായില്ലേ? അടുത്തത് കോ ഓപ്പറേഷൻ ഈസ് മോർ ലൈക്ലി
വെൻ ദർ ഈസ് ട്രാൻസ്പാരൻസി ആൻഡ് അത് കോപ്പറേഷൻ എന്താണ്? കോപ്പറേഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? സുതാര്യത ഉള്ളപ്പോഴാണ് എന്തുണ്ടാവുന്നത്? കോപ്പറേഷൻ ഉണ്ടാവുക, സഹകരണം ഉണ്ടാവുന്നത്. അങ്ങോട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷനും നല്ല സഹകരണം ഉള്ളപ്പോഴേ കോപ്പറേഷൻ ഉണ്ടാകത്തുള്ളൂ. ആൻഡ് വെൻ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഓപ്പൺലി അഡ്രസ്ഡ്, അതായത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് അഡ്രസ്സ് ചെയ്ത് പരിഹരിക്കുമ്പോഴാണ്, സുതാര്യമായിട്ട് പരിഹരിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കോപ്പറേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ടേമുകൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.